അഞ്ജലി മോളെ. അല്ല ഇവളെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? അഞ്ജലി മക്കളെ എണീക്കേ. എണീക്കാനേ നീച്ചു പോയി റൂമിൽ കിടക്കേ ചെല്ലേ. ചിലപ്പം അവളേറ്റ് പണിങ്ങിട്ട് വന്ന് കിടത്തിയേക്കും. നല്ല ഉറക്കത്തിലാന്നാ തോന്നണേ. എടുത്തുകൊണ്ടേ റൂമിൽ കിടത്തിയേക്കാം. അതും കൂടെ അരിഞ്ഞു വെച്ചേക്കാം. അല്ല പിള്ളേർ രണ്ടുപേരും എണീച്ചോ? ശനിയാഴ്ചല്ലേ, അതാ കുറച്ചേരം കൂടി ഇറങ്ങിക്കോട്ടെന്ന് കരുതി അവരെണീപ്പിക്കാൻ പോയില്ല. ഓ അത് ശരി, പറയുമ്പോൾ തന്നെ ശനിയാഴ്ച ആണല്ലേ. എണീച്ച് കഴിഞ്ഞാ അടുത്തുള്ള പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് പോയി പരിചയപ്പെടാൻ പറയേണ്ടി. ഞാൻ അതന്നെ വിചാരിക്കുന്നേ. നമുക്ക് എന്തായാലും വീട്ടിൽ പണികളൊക്കെ തീർത്തിട്ടെ അയൽവക്കത്തുള്ളവരൊക്കെ ഒന്ന് പോയി പരിചയപ്പെട്ടിട്ട് വരാട്ടോമേ. ഓ ആയിക്കോട്ടെടി, പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് പോവാട്ടോ. അല്ല അമ്മേ, ഇന്നലെ അണ്ണൻ കുറെ കുടുംബക്കാരെ വിളിച്ച് പറഞ്ഞു തോന്നുന്നു. എങ്ങനെ പറയാണ്ടിരിക്കും, അവനെ വീട് വെച്ചില്ലെന്ന് പറഞ്ഞ് എന്തോരം പരാതി പറിച്ചിലായിരുന്നേ. ഇപ്പൊ വീടായില്ലേ, ആയ സ്ഥിതിക്ക് എല്ലാരും വിളിച്ച് പറയട്ടെന്നേ. ഓ അതന്നെ ഞാൻ വിചാരിക്കുന്നേ. അല്ല ഇത് അറിഞ്ഞിട്ട് പോലും എന്തേ ഒരാള് പോലും ഇങ്ങോട്ടേക്ക് കാല് കുത്താഞ്ഞാ ഞാൻ ആലോചിക്കണേ. ഓ ഏത് മുഖം വെച്ചിട്ട് വരാനാടി, അതുകൊണ്ടായിരിക്കും ചമ്മി പോയിട്ടെ. അല്ല നീ നിന്റെ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നോ? അമ്മയും ആങ്ങളമാരൊക്കെ എന്താ പറഞ്ഞേ? വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? അമ്മേ പിള്ളേർക്ക് ഡിസംബറിൽ സ്കൂൾ ഒഴിവല്ലേ, അന്നേരം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞാല് 2-3 ദിവസം താമസിച്ചിട്ട് പോവാൻ പറയേണ്ടി. ഇവിടെ നമ്മള് മാത്രല്ലേ ഉള്ളൂ. ഓ അമ്മേ തീർച്ചയായും അവര് വന്നു കഴിഞ്ഞാ അമ്മ തന്നെ പറഞ്ഞു നോക്ക്. ആയിക്കോട്ടെ, എന്നാലേ നീ ആ ചോറ് വെന്തുകൂടെ നോക്ക്. ചോറായി കഴിഞ്ഞാല് ഉപ്പേരി വെച്ചിട്ടെ നമുക്കൊന്ന് പോയി നോക്കി വരാം. ആയിക്കോട്ടെ അമ്മേ. എടി ചേച്ചി പുറത്തേക്ക് നോക്കിയേ, എന്നാ വ്യൂവാ. തൊട്ടടുത്ത് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. നമുക്ക് പല്ലൊക്കെ തേച്ച് ചായ ഒക്കെ കുടിച്ചിട്ടെ ഒന്ന് ഗ്രൗണ്ടിലൊക്കെ പോയി എല്ലാരും ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാട്ടോ. എന്താണ് ചേച്ചി രാവിലെ തന്നെ ഓരോ പിച്ചും പിയും പറയുന്നേ? എന്ത് പറ്റി? അതെ അത് പിന്നെ ഇന്നലെ ഞാനൊരു പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടടി. ആഹാ, നല്ല ഹൊറർ ആയിട്ടുള്ള സ്വപ്നമാണോ? ഹൊറർ ആണോന്നോ? ഒന്നാന്തര ഹൊറർ. അയ്യോ പറ കേക്കട്ടെ. അത് പിന്നെ റൂമിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് അമ്മ കരയുന്ന സൗണ്ട് പോലെ. ഞാൻ എന്നിട്ട് ആ കരച്ചിലിനെ പിടിച്ചെടുത്ത് പോയപ്പോഴേ അമ്മ ഉണ്ട് നമ്മളെ നടുവത്ത് നിന്ന് ഇങ്ങനെ കരയുന്നേ. ഞാൻ അമ്മയോട് കുറെ ചോദിച്ചു എന്തിനാ കരയണെന്ന്. അമ്മ ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് കരച്ചിൽ നിർത്തിയേ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അമ്മനെ കയ്യിൽ പിടിച്ച് അമ്മനെ റൂമിൽ കൊണ്ടാക്കാൻ വേണ്ടി റൂമിന്റെ അവിടെ വരെ ചെന്ന്. എന്നിട്ട് അമ്മനോട് ഞാൻ പറഞ്ഞു റൂമിൽ കയറാമെന്ന്. അമ്മ ഒരു അനക്കവും ഇല്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോണ്ടല്ലോ ഞാൻ കൈ പിടിച്ചു കൊണ്ടുവന്നത് അമ്മനെ പോലെ തന്നെ തോന്നിച്ച്. പക്ഷേ അത് അമ്മയല്ലേനെ. പിന്നെ കാണാൻ തന്നെ വികൃത രൂപത്തില്, മുഖം കണ്ടാൽ തന്നെ പേടിക്കുന്ന മട്ടിലുള്ള ഒരു സ്ത്രീ. യു മീൻ പ്രേതം? അങ്ങനെ പറയാം. പ്രേതത്തിനെക്കാളൊക്കെ വലുതാ. കണ്ടപ്പോ തന്നെ ഞാനങ്ങ് ഞെട്ടിത്തരിച്ചു പോയെന്നേ. പക്ഷെ നിനക്കൊരു കാര്യം അറിയോ? അവര് കാണാനേ അച്ഛനെ അമ്മനെ പോലെ തന്നെയാ. അപ്പൊ നമ്മൾ അമ്മനെ ചേച്ചി പ്രേതമാണെന്നാണോ പറയാൻ വരുന്നേ? നീ കേട്ടാ അമ്മനോട് പോയി പറയട്ടെ. ഇടിഞ്ഞ തമാശ പറഞ്ഞതല്ല, ശരിക്കും അതിനെ കാണാൻ അമ്മനെ പോലെ തന്നെ ഉണ്ടായിരുന്നേ. ഓ അത് ശരി, ഇനി അത് വരുവാണെങ്കിലേ എന്നെ കൂടെ വിളിക്കേണ്ടി, എനിക്കൊന്ന് പരിചയപ്പെടാലോ. ചുമ്മാ രാവിലെ ആളെ കളിയാക്കല്ലേ. നീ ചോദിച്ചോണ്ടല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെയാണോ പരിഹസിക്കണ്ടേ? എന്നെ പരിഹസിക്കാണ്ട് രാവിലെ എണീച്ചില്ല, അപ്പൊ തന്നെ കടക്കാപ്പായിലിരുന്ന് തള്ളാൻ തുടങ്ങി. ചേച്ചിനെ തള്ളൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ആളെ ഞാനല്ല കേട്ടാ. എന്നാലേ ഈ അഞ്ജലിക്ക് തള്ളന്റെ ഒരാവശ്യമില്ല. ഞാൻ സ്വപ്നത്തിൽ കണ്ട കാര്യം തന്നെയാ നിന്നോട് പറഞ്ഞേ. ഓ പിന്നെ വിശ്വസിച്ച് അഞ്ജു ഇതോ ദേ വരുന്നു അമ്മച്ചി. ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെന്താ വിശ്വസിക്കാത്തെ? എന്തായാലും അവളെന്തെങ്കിലും ഒരു ദിവസം കാണല്ലോ, അന്നേരം എന്നോട് പറയട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനീ. ഓ എങ്ങനെ ചീത്ത സ്വപ്നം വരാണ്ടിരിക്കും? കിടക്കാൻ നേരത്തെ എന്നോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. അല്ലാണ്ട് ഈ ഫോൺ തോണ്ടി റീൽസ് ഒക്കെ ആലോചിച്ച് കിടക്കുവാണെങ്കിലേ അങ്ങനെ തന്നെ പേടി സ്വപ്നങ്ങളൊക്കെ വരത്തുള്ളൂ. കേട്ടോടി ചേച്ചി? കൊതുകെ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞില്ലേ നീ എന്റെ കാര്യത്തിൽ ചുമ്മാ കയറി ഇടപെടണമെന്ന്. നിന്നോട് ഞാൻ എന്താ സ്വപ്നം വെച്ച് ഞാൻ പറഞ്ഞു. അതിങ്ങനെ പാട്ട് പാടി നടക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടാ. വെറുതെ ഒച്ചെടുക്കല്ലേ, ഒരു വീക്കെന്ന് വെച്ചാലും പറഞ്ഞേക്കാം. ഇങ്ങനെ ഭക്ഷണത്തിന് മുന്നേ അടി ഉണ്ടാക്കാണ്ട് ഒന്ന് വേഗം കഴിച്ചെണീച്ച് പോവാൻ നോക്കാം മക്കളെ. ഏതൊരു അടി എപ്പ അടി ഉണ്ടാക്കണമെന്നൊരു ബോധം തന്നെ ഇല്ലാതായിക്കണേ. ആര് തുടങ്ങി ആര് അവസാനിപ്പിച്ചെന്നല്ല, വേഗം ഉണ്ടാവാതെ കഴിച്ചെണീച്ച് പോവാൻ നോക്കേ. വെറുതെ അമ്മയുടെ കൈക്ക് പണി ഉണ്ടാക്കല്ലേ. കൊതുകെ ഇവിടെ അല്ലെങ്കിൽ എന്താ പുറത്തി ഇറങ്ങൂലേ? ഒന്നര എന്നെ കൈമ കിട്ടുട്ടോ, ശരിയാക്കി തരുന്നുണ്ട് ഞാനീ. അച്ഛമ്മ പറഞ്ഞിട്ടില്ലേ ഇനി എന്താ നിന്ന് കൊടുക്കണേ? വേഗം കഴിച്ചോട്ടെ. അമ്മ ചായ എടുക്കട്ടെ അമ്മ. നേരെ ചൂടില് ഒരു കട്ടിനെടുത്തോടി. ഇപ്പൊ കണ്ടേട്ടാ. എനിക്ക് ഹോർലിക്സ് മതി. അഞ്ചോ നിനക്ക്? എനിക്കൊന്നും വേണ്ട. അതെനിക്ക് വേണ്ടാത്തെ. അനക്ക് ഹോർലിക്സ് ഇഷ്ടല്ലേ?
ഇതിന്റെ പേരിൽ തെണ്ടി നടക്കാൻ നിൽക്കണ്ടട്ടാ. ഞങ്ങൾ കൂടെ വരുന്നുണ്ട്. ഞങ്ങള് വലിയവരോട് സംസാരിക്കുന്ന ഇടയിലേ നിങ്ങൾ പോയിട്ട് അന്വേഷിച്ചാ മതി കേട്ടാ. ഒറ്റയ്ക്ക് വേറെ എവിടെയും പോവാൻ നിൽക്കണ്ട. പുതിയ സ്ഥലാ, അത് ഓർത്തോണ്ടേ. വീട് പൂട്ടി കഴിഞ്ഞാ? ഓ ദേ പൂട്ടി അമ്മേ. എന്നാ മക്കളെ നടന്നോടി. ശരി അച്ഛമ്മേ. എങ്ങോട്ടും പോയില്ലട്ടാ. ഇല്ല അമ്മേ, നിങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാവും. റാണി, നമുക്ക് ആദ്യം വീട്ടിലേക്ക് വരുന്ന വഴിയില്ലേ അവിടെ ഉള്ളവരെ ഒന്ന് കാണാട്ടാ. ഞാൻ അതന്നെയാണ് വിചാരിക്കുന്നേ. തല മര്യാദയ്ക്ക് കാണിച്ചോട്ടോ. ഒരു വീക്കെന്ന് വെച്ചാലും പറഞ്ഞേക്കാം. മുടി നോവുന്നമ്മ. ഒന്ന് പതുക്കെ വലിക്കേ. നീ എങ്ങോട്ട് പതുക്കെ? ഇപ്പൊ തന്നെ പതുക്കെയല്ലേ വിളിക്കുന്നേ? എന്തിനാണ് എന്നെ മെനക്കെടുത്തുന്നേ? ലീവ് ദിവസല്ലേ, അതിനൊന്ന് വിട്ടേക്ക്. എടി തല നിറച്ച് നല്ല ചക്ക പേരാടി. ഒരു പേരില്ലാതിരുന്ന കൊച്ചാ. സ്കൂളിൽ പോയി എല്ലാരും തലയെടുത്ത് തല കൊണ്ട് വെച്ചേ. ഇപ്പൊ ഒരു ലോഡ് പേരുണ്ട്. രാത്രി ഉണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ വരിക്ക് നിൽക്കുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നേ. എന്തിനടി കിടക്കുന്ന തലാണിൽ വരെ എഴുതി നടക്കുന്ന പേര്. ഇന്റെ ആമയ്ക്ക് തന്നെ ഒന്നാമത് തട്ടംപാടിയിലിരുന്നേ. പറയാനുണ്ടോ? ആ തട്ടം ഇങ്ങോട്ട് അയക്കുമ്പോ ലോഡ് പേരാടി. എങ്ങനെ ഇതിന് മാത്രം പേര് കിട്ടുന്ന ആർക്കറിയാം? എടി അതിനെ വിറ്റുമ്പോ നമ്മളെ പോലെയല്ലോ. നമ്മളിങ്ങനെയല്ലേ സംസാരിക്കുന്നേ. ഇതുങ്ങൾ അങ്ങനെയല്ലോ. തലയും കൊണ്ട് മുട്ടിച്ചെച്ചിട്ടില്ലേ ക്ലാസ് എടുക്കാൻ നേരത്തെ സ്വകാര്യങ്ങളൊക്കെ പറയുന്നേ. അപ്പൊ പിന്നെ എങ്ങനെ കേറാണ്ടിരിക്കും? ഒരു തലേന്ന് അടുത്ത തലേന്ന് മറ്റേ തല. പേനൊക്കെ ഡെയിലി ട്രിപ്പ് അല്ലയോ? ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോവാലോ. ഒരു ചക്ക പേര് പോണം. അങ്ങോട്ട് നോക്കിയേ. ഓന്റെ ഈശ്വരാ, ഇതിന്റെ തല മൊത്തം വൃത്തിയാക്കുമ്പോഴത്തേക്കും ഞാനൊരു വഴിയാവും. എടി അല്ല, മറ്റേ വീട്ടില് പുതിയ താമസക്കാരെ വന്നൊക്കെ കേട്ട് നേരാണോടി? ആടി, ഞാനും കേട്ടിക്കണേ. ഇന്നലെ കാക്കു പറയണ കേട്ടായിരുന്നു. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഈ കണ്ടിക്കണോ? ഏയ് ഇല്ലടി. പക്ഷെ ഇന്നലെ സാധനം ഇറക്കുന്ന സൗണ്ടൊക്കെ കേട്ടായിരുന്നു. ആളെ കണ്ടതേ ഇല്ല. അവരിങ്ങോട്ട് വരില്ല എന്തായാലും പരിചയപ്പെടാനേ. അന്നേരം പരിചയപ്പെടാൻ ഓർത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ അവര് വന്നില്ലെങ്കിൽ നമുക്കൊന്ന് വൈകുന്നേരം അങ്ങോട്ട് പോയി നോക്കാന്നേ. ഓ ആയിക്കോട്ടെ, അവര് വന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വൈകുന്നേരം പോയി നോക്കാം. അല്ല, വന്ന കുട്ടി ഫാമിലി ആണോ? ഫാമിലി ആണോ തോന്നുന്നേ. പിള്ളേരെ സൗണ്ടൊക്കെ കേൾക്കണ്ടായി. അത് ശരി. അല്ല, ആ വീടിനെ കുറിച്ച് പലരും പലതല്ലേ പറഞ്ഞു നടക്കുന്നേ. ആ വീട്ടിൽ ശരിക്കും എന്തൊരു കുഴപ്പമുണ്ടടി? ആർക്കറിയടി. എന്റെ അമ്മായിമ്മ ഇടയ്ക്കൊക്കെ ഓരോന്ന് പറയാറുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ അതിന് മാത്രം ആയിട്ടില്ലല്ലോ. ഇത്ര കാലം എന്റെ അമ്മന്റെ അവിടെ ഇല്ലേനോ. ഇവിടെ വന്നപ്പം അറിയണ ആ കൂടെ ഉള്ള ആള് ഇയ്യാ. എനിക്കാണെങ്കിൽ ആ വീടിനെ കുറിച്ച് ഒന്നും അറിയത്തുമില്ല. പിന്നെ ആര് പറഞ്ഞു തരാനാ? അമ്മായിമ്മനോട് ചോദിച്ചാൽ മതി. പിന്നെ അത് മതി, ഒരു പോരിനുള്ള വരെ വയ്ക്കും. അത് ശരിയാ. ഞാനും മെച്ചിനോടൊക്കെ ചോദിക്കണം വിചാരിക്കുവേ. പക്ഷെ ചോദിക്കാൻ ചെല്ലാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ പണി പറയുന്നു വിചാരിച്ച് ഞാൻ ആ വൈക്ക് തന്നെ പോയില്ല. പിന്നെ പറയും നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അറിയണം എനിക്ക്, ഇവിടെയുള്ള പണി എടുക്കാൻ മേലേന്ന്. വെറുതെ എന്തിനാ മേടിച്ചു കൂട്ടണമെന്ന് കരുതിട്ടെ ഞാൻ ആ വൈക്ക് തന്നെ പോയിട്ടില്ല. നമ്മളെ പപ്പി നാട്ടിൽ പോയി. അല്ലാന്നുണ്ടെങ്കിലേ അവള് മതിയായിരുന്നു എല്ലാ ഡീറ്റെയിൽസ് അറിയാനേ. സത്യടി. അല്ല, അവളെപ്പോഴാ വരുന്നേ നീ? ആർക്കറിയാടി. ആടെ പോയതിനു ശേഷം ഒരു വിവരമില്ല പെണ്ണിന്റെ. ആ വരുന്നതാരാ? ഇവിടെ ഇതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോ പുതിയ താമസക്കാരായിക്കോടി. ആർക്കറിയാടി. കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നാ തോന്നുന്നേ. ഞങ്ങൾ ഇവിടുത്തെ പുതിയ താമസക്കാരാണേ. കഴിച്ചിലായി. ഇത് രണ്ടും മക്കളായിക്കല്ലേ? അതെ അതെ. മക്കളെ പേരെന്തുവാ? എത്രയിലാ പഠിക്കുന്നേ? എന്റെ പേര് അഞ്ജലി, 10th ലാ പഠിക്കുന്നേ. എന്റെ പേര് ഗീതു, 8th ലാ പഠിക്കുന്നേ. അത് ശരി. അപ്പൊ മോളായിരുന്നു ചേച്ചി. ഞാൻ കണ്ടപ്പോ വിചാരിച്ച് മോൾ അനിയത്തിയാന്ന്. എല്ലാരും അങ്ങനെ തന്നെ വിചാരിക്കില്ലേ? അവളെക്കാട്ടും ഹൈറ്റും ബുദ്ധിയൊക്കെ കൂടുതലല്ലയോ. അതുകൊണ്ട് എല്ലാരും ഞാനാ ചേച്ചിന്ന് വിചാരിക്കാറ്. ആന്റി ചോദിച്ചത് തെറ്റൊന്നുമില്ല. എടി കൊതുകേ. അത് ശരി. അല്ല, ചേച്ചിന്റെ പേരെന്തുവാ? എന്റെ പേര് റാണി. ഇത് എന്റെ അമ്മായിമ്മയാ. അമ്മന്റെ പേരോ? എന്റെ പേര് ദേവകി. അല്ല ചേച്ചി, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ തന്നെ. പിന്നെ ഇവർ അച്ഛനും. അത് ശരി. അല്ല, എന്റെ പേരോ? എന്റെ പേര് സൈന. നേരെ അപ്പുറത്ത് കാണുന്നതാ എന്റെ പൊര. ഇത് എന്റെ അമ്മായിമ്മന്റെ പൊരയാണേ. വീട്ടില് ഞാനും പിയാപ്പിളും പിന്നെ അമ്മായിമ്മയും 2 മക്കളാ ഉള്ളേ. ഒരാള് അഞ്ചില, പിന്നെ ദേവന്. ഇവന്റെ പേര് ഇബ്രു, മോളെ പേര് ആമിന. അത് ശരി. അല്ല, മോൻക്കെത്രയായി? ഓന് 9 മാസം. എടി ഗീതു, ഇവിടെ നിൽക്കാൻ ബോറടിക്കുന്നേ. നമുക്ക് പോയി ട്യൂഷനെ പറ്റി അന്വേഷിച്ചാലോ? പോവാടി. പക്ഷെ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ തന്നെ പോവാനാ? ഓ, സംസാരത്തിന്റെ ഇടയില് നമ്മളെ തിരക്കാൻ നിൽക്കുവല്ലേ. നീ ഒന്ന് വരുന്നുണ്ടെങ്കിൽ വാ. ഞാനും വരുന്നേ. എനിക്കും ബോറടിക്കുന്നേ. അല്ല, ഇയാളെ പേരോ? എന്റെ പേര് രാമ. എനിക്ക് ഒത്തിരി മോളാ. പേര് ആവണി. വിളിക്കുന്നത് ആവുസുന്നാ. അവളും 5ലാ പഠിക്കുന്നേ. പിന്നെ ദേ ഈ കാണുന്നതാ എന്റെ ഹസ്ബൻഡിന്റെ വീട്. വീട്ടിലെ ഞാനും ഹസ്ബൻഡും പിന്നെ മോളും അമ്മായിമ്മയും മാത്രം. അത് ശരി. അല്ല, രണ്ടുപേരും ഹൗസ് വൈഫ് ആണോ അതോ പണിക്ക് പോണ്ടോ? ഹേയ്, എന്ത് പണി? ഞങ്ങൾക്ക് ഇതന്നെ കഥ പറഞ്ഞിരിക്കുന്ന പണി. ഹൗസ് വൈഫ് തന്നെയാ. ആഹാ, അപ്പൊ റാണിക്ക് സംസാരിച്ചിരിക്കാൻ 2 പേര് കൂട്ടിനായില്ലേ? പിന്നെ അമ്മ അകത്തിന്റെ അമ്മായിമ്മണ്ട്. അമ്മ വേണമെങ്കിൽ പോയി സംസാരിച്ചോളേ. ഓ, എന്തായാലും നിങ്ങൾക്ക് കൂട്ടിന് ആളായല്ലോ. ഇനിയിപ്പോ എനിക്ക് കൂട്ടിന് ആരെങ്കിലും വേണ്ടേ? എന്നാ ഞാൻ പോയി ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാട്ടോ. ഓ ആയിക്കോട്ടെ. അമ്മയ്ക്ക് പറ്റിയ കൂട്ടായിരിക്കും. ഇബ്രുമോനെ
വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ വരാലോ. ദേ അവസാനം അമ്മ പിടിച്ച എന്റെ പെരടിയിലോട്ട് ഇടാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞു കൊടുക്കും, പറഞ്ഞേക്കാം. ഓ ഇല്ലടി, നമ്മൾ പോയ കാര്യം നമ്മ അറിയത്തില്ലെന്നേ. അമ്മ സംസാരത്തിൽ ലയിച്ച് നിൽക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞാലേ തിരിച്ചങ്ങോട്ട് പോയി നിൽക്കാന്നേ. എന്നാ വാ ചേച്ചിമാരെ. ആഹാ, ഇത് അവിടെ കണ്ട കൊച്ചല്ലേ? ആ, ഇപ്പൊ നമ്മൾ അമ്മ സംസാരിക്കുന്ന വീട്ടിലുള്ള കൊച്ചാ. ചേച്ചിമാരെ എന്തിനാ അങ്ങോട്ടാ? അത് പിന്നെ ചുമ്മാ ചുറ്റി നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നെ ഇവിടെ അടുത്തെവിടെങ്കിലും ട്യൂഷൻ വീടുണ്ടോ നോക്കാനാ. ഞങ്ങൾക്ക് ട്യൂഷന് പോണായിരുന്നു. അതൊക്കെ ഒന്ന് അന്വേഷിക്കാലോന്ന് കരുതി ഇറങ്ങിയതാ. ഓ, നിങ്ങൾക്ക് ട്യൂഷൻ വീട്ടിലേക്കാണോ പോണ്ടേ? എനിക്കറിയുന്ന ഒരു ട്യൂഷൻ വീടുണ്ട്, ഞാൻ നിങ്ങളെ കൊണ്ടുപോവാ. ആഹാ, എടി ചേച്ചി, എന്നാ എളുപ്പമായല്ലോ. അല്ല, എത്രാം ക്ലാസ്സിന്റെയാ? അവിടെ എല്ലാ ക്ലാസ്സിന്റെ ഉണ്ട്, ജനിച്ച കുട്ടി മുതല് മരിച്ച കുട്ടീന്റെ വരെ. എന്ത്? അതെ പിന്നെ ചെറിയ കുഞ്ഞു മുതല് വയസ്സായവർക്ക് വരെയുള്ള ട്യൂഷൻ ഉണ്ടെന്ന് പറയായിരുന്നു. ഓ അത് ശരി. അല്ല, പഠിപ്പിക്കുന്നത് ആരാ? ചേച്ചിമാരാണോ അതോ ചേട്ടനോ? ചേച്ചിയാ പഠിപ്പിക്കുന്നേ. ഇതോ, എന്നാ പിന്നെ നമുക്കൊന്ന് പോയി നോക്കിയാലോടി. പോയോക്കാം. നാളെ മുതൽ ട്യൂഷനിൽ ചേരാൻ പറ്റുവാണെങ്കിൽ ഉപകാരല്ലേ? എന്താ ചേച്ചിമാരെ, നമുക്ക് പോവാം. പോവാം. അതിനു മുന്നേ ഞങ്ങളെ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വന്നാൽ കേട്ടോ. അതാടി ചേച്ചി നല്ലത്. വെറുതെ അമ്മ അറിഞ്ഞിട്ട് വിഷയാക്കുന്ന എന്തിനാ? വാ, നമ്മൾ ഇവളെ കൂടെ പോണേന്ന് അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം. അമ്മയ്ക്കപ്പൊ ഒരു ധൈര്യമാണല്ലോ, അമ്മ അവിടെ ഉണ്ടല്ലോ. അയ്യോ ചേച്ചിമാരെ, ഞാൻ നിങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടാ വന്നേ. നിങ്ങൾ അമ്മ പറഞ്ഞതാ നിങ്ങളെ കൂട്ടിട്ട് പോയിക്കോന്ന്. എന്നാ പിന്നെ നമുക്ക് പോവാലോ. കാരണം വൈകുന്തോറേ